തീർച്ചയായിട്ടും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളെ തദ്ദേശ സ്വയംഭരണം എന്നുള്ള ആ പേര് മാറ്റി സർക്കാർ നിയന്ത്രിത തദ്ദേശ സ്വയംഭരണ വകുപ്പുകളാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ് ഈ കാലങ്ങളിൽ മുഴുവനും ഇടതുപക്ഷം ചെയ്തിട്ടുള്ളത്. അധികാര വികേന്ദ്രീകരണത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് പഞ്ചായത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ തങ്ങൾക്ക് രാഷ്ട്രീയപരമായോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളിലോ ഇഷ്ടമില്ലാത്തതാണെങ്കിൽ അതിനെ ഒരിക്കലും തന്നെ അംഗീകരിക്കാത്ത രീതിയിലുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. നിരവധി തവണകളിലായി കഴിഞ്ഞ കാലങ്ങൾ പരിശോധിച്ചാൽ ഓർഡറുകളും നിർദ്ദേശങ്ങളും കൊടുത്ത് പഞ്ചായത്തുകളോട് സ്വയമായി ഫണ്ടുണ്ടാക്കി പരിപാടികൾ നടത്താനുള്ള നിർദ്ദേശം കൊടുക്കുക എന്നുള്ളതല്ലാതെ എല്ലാ അർത്ഥത്തിലും പഞ്ചായത്തുകളുടെ കടക്കൽ കത്തിവെക്കുന്ന നയങ്ങളും നിലപാടുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അധികാര വികേന്ദ്രീകരണത്തിന്റെ പൂർണ്ണമായ തകർച്ച നമുക്ക് ഈ 10 വർഷമായി ഈ ഇടതുപക്ഷ ഗവൺമെന്റിൽ കാണാൻ സാധിക്കും. അത് മറ്റൊന്ന്, ഇത് എന്താണ് ഇതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ താല്പര്യം എന്നവർ തീർച്ചയായിട്ടും പറയേണ്ടതുണ്ട്. കൃഷ്ണരാജിനെ പോലെ കേരളത്തിന്റെ സാമൂഹിക ഘടനയ്ക്ക് നിരന്തരമായി വിദ്വേഷം പ്രചരിപ്പിച്ച് ഭീഷണിയാകുന്ന ഒരു അഡ്വക്കേറ്റിനെ പിൻവാതിലൂടെ CPM-ന്റെ തന്നെ മറ്റൊരു സർവീസ് സംഘടനാ നേതാവായ സെക്രട്ടറി അവിടെ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിച്ചപ്പോൾ അതറിഞ്ഞ ഉടൻ അവിടുത്തെ UDF നേതൃത്വം, പഞ്ചായത്ത് ഭരണസമിതിയുടെ UDF നേതൃത്വം അത് മാറ്റണമെന്നാവശ്യപ്പെടുകയും പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന അത് മാറ്റാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് കത്ത് കൊടുത്തതിന് ശേഷം അതിൽ വിയോജനക്കുറിപ്പ് സെക്രട്ടറി എഴുതുകയാണ്. ആ വിയോജനക്കുറിപ്പിന് തന്നെ വാലിഡിറ്റി ഇല്ല. അങ്ങനെ ഒരു വിയോജനക്കുറിപ്പ് എഴുതാനുള്ള അധികാരം സെക്രട്ടറിക്കില്ല. പക്ഷെ എന്നിട്ടും ആ വിയോജനക്കുറിപ്പിന്റെ മറ പിടിച്ചുകൊണ്ട് ഇവിടുത്തെ DDP CPM നേതാവാണ്, അദ്ദേഹം അതിനനുകൂലമായി ശുപാർശ ചെയ്യുന്നു. എന്നിട്ട് ഇത് നിയമവകുപ്പ് സെക്രട്ടറിയുടെ പരിഗണനയിലാണെന്നുള്ള മറുപടി കൊടുക്കുന്നു. എന്നിട്ട് അത് ഇപ്പോൾ ട്രിബ്യൂണലിൽ വെച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് എടുത്ത തീരുമാനത്തെ സ്റ്റേ ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ശ്രീ MP രാജേഷ്, CPM-ന്റെ സംസ്ഥാന സമിതി അംഗമായ MP രാജേഷാണ് മറുപടി പറയേണ്ടത്. ഇത് CPM-ന് ഇതിൽ എന്ത് താല്പര്യമാണുള്ളത്? ഇങ്ങനെയുള്ള ഒരാൾ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായിരിക്കണം എന്നുള്ളത് എന്ത് താല്പര്യമാണുള്ളത്? CPM BJP അന്തർധാരയുടെ മറ്റൊരു നടപടിയായി ഇതിനെ കാണാൻ സാധിക്കുമോ? അയ്യപ്പ സംഗമത്തിലേക്ക് യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചതുപോലെ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം അവിടെയുള്ള വാസവൻ മിനിസ്റ്റർ വായിച്ചതുപോലെ ഈ ഒരു നടപടിയും അത്തരത്തിൽ BJP CPM അന്തർധാരയുടെ ഭാഗമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണോ കേരളത്തിലെ തദ്ദേശ വകുപ്പ് ഇത്തരം നടപടി എടുത്തുള്ളതെന്ന് MP രാജേഷ് തീർച്ചയായിട്ടും മറുപടി പറയണം. ഇത് ഏത് നിലക്കൊക്കെ ചോദ്യം ചെയ്യാൻ പറ്റുമോ ആ നിലക്കൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. രാഷ്ട്രീയപരമായും നിയമപരമായും ഈ ഒരു സ്റ്റേ നടപടിയെ ശക്തമായി നേരിടുന്നുണ്ട്. ശരി, നന്ദി അഷ്റഫ്. ഈ വാർത്തകൾ പ്രതികരിച്ചതിന് അസ്ലമിലേക്ക് വീണ്ടും. അസ്ലം, ഇത് ലീഗ് ഭരിക്കുന്ന പഞ്ചായത്താണ്. പക്ഷെ അവിടെ ഈ കൃഷ്ണായന്റെ നിയമനത്തെ അവിടുത്തെ വഴിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി കണ്ടത്തിൽ അനുകൂലിച്ച് അന്നേ തന്നെ രംഗത്തെത്തിയിരുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ കോൺഗ്രസും ലീഗും തമ്മിൽ അവിടെ തർക്കമുണ്ടോ? ആദ്യഘട്ടത്തിൽ അദ്ദേഹം അനുകൂലിച്ചെങ്കിൽ പോലും പിന്നീട് രാഷ്ട്രീയ തീരുമാനം എന്ന നിലയിൽ UDF ആവശ്യപ്പെട്ടതിനോട് മാറ്റുകയും ആ തീരുമാനത്തിനൊപ്പം നിൽക്കുകയും ചെയ്തു. മാത്രമല്ല അത് ഐക്യകണ്ഠേനയാണ് ഭരണസമിതി തീരുമാനമെടുത്തത്. അതിനെ തുടർന്നാണ് ഉത്തരവായി ഇറങ്ങുന്നതും അയാളെ മാറ്റുകയും ചെയ്തത്. ഇപ്പോൾ ഇപ്പോൾ ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗത്താണ്. മാത്രമല്ല അവർ എന്തെങ്കിലും എതിരഭിപ്രായം പഞ്ചായത്ത് ഭരണ യോഗത്തിൽ ഉന്നയിച്ചതില്ല. ആദ്യം ഈ അഭിഭാഷകനെ നിയമത്തെ സംബന്ധിച്ച് ഉന്നയിച്ചപ്പോൾ അദ്ദേഹം ആ സമയത്ത് വാദങ്ങൾ ഉയർത്തിയിരുന്നു, അനുകൂല വാദങ്ങൾ ഉയർത്തിയിരുന്നു. അതേസമയം പൊളിറ്റിക്കൽ തീരുമാനം വന്നതിന് ശേഷം ആ തീരുമാനത്തിനൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. ഭരണസമിതി ഏകണ്ഠേനയാണ് തീരുമാനമെടുത്തതും തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഉത്തരവായിട്ട് ഇറങ്ങുകയും ചെയ്തു. അതേസമയം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇപ്പോൾ ആ ഉത്തരവിനെ സ്റ്റേ ചെയ്തിരിക്കുന്നു. അതായത് R കൃഷ്ണരാജ് വഴിക്കടവ് പഞ്ചായത്തിന്റെ ഹൈക്കോടതിയിലെ കേസുകൾ ബാധിക്കുന്ന സ്റ്റാൻഡിംഗ് കൗൺസിലെ തുടരുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. അതിൽ ഒരു രാഷ്ട്രീയമായ എലമെന്റ് കൂടി യൂത്ത് ലീഗും മുസ്ലിം ലീഗും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. ശരി, മുഹമ്മദ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ ഈ കൃഷ്ണരാജിനെ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിച്ച തീരുമാനത്തെ CPM തന്നെ എതിർത്തിരുന്നു. CPM തന്നെ ഇത് ലീഗ് BJP ഒത്തുകളിയാണെന്നൊക്കെ ആരോപിച്ചിരുന്നു. ഇപ്പോൾ CPM ഭരിക്കുന്ന തദ്ദേശ വകുപ്പ് തന്നെയാണ് ഈ ലീഗിൻ്റെ തീരുമാനം റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്.